ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ ഒരു വലിയൊരു ചർച്ച തന്നെ പ്രേക്ഷകർ മുമ്പിലേക്ക് തുറന്ന് തന്നിരിക്കുകയാണ്. എന്താണ് ചർച്ചാ വിഷയം? ജിസേൽ ആര്യൻ ബന്ധം. ഈ ഒരു ബന്ധത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? ആ ഒരു ചോദ്യമാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇട്ട് തന്നിരിക്കുന്നത്. ഈ ഒരു സംഭവം ഒരു ചർച്ചാ വിഷയമാക്കാൻ രണ്ട് പ്രധാന കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഒനിയിലും ആര്യനും തമ്മിലൊരു വഴക്കുണ്ടാവണം. പിന്നെ ഒനിയിലും ജിസേലും തമ്മിൽ ഒരു വഴക്കുണ്ടാവണം. അഭിലാഷ് എന്തായാലും ഔട്ട് ആവാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒനിയിലും ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം എടുത്ത് ഇടുന്നത്. ഒനിയിലും അതേപോലെ തന്നെ അഭിലാഷും ബിന്നിയും ഒക്കെ ഈ കഴിഞ്ഞ ആഴ്ച ഒരുപാട് തവണ ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ലവ് കോംബോ പിടിച്ചാൽ ആണാണ് സാധാരണ പുറത്താവുന്നത്, പെണ്ണുങ്ങൾ പുറത്താവാറില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു ആര്യനെയും ജിസേലിനെയും പറ്റി. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ലാലേട്ടൻ ഓപ്പൺ ചെയ്ത് കൊടുത്തത് ഇന്നത്തെ എപ്പിസോഡിനകത്ത്. അതിനെ പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എത്ര ടോപ്പിക്സ് ഉള്ള ഒരു ആഴ്ചയായിരുന്നു. സംഭവബഹുലമായ ഒരു ആഴ്ച തന്നെയായിരുന്നു. ഒട്ടും ഒരു രീതിയിലും കോണ്ടന്റുകൾക്ക് കുറവ് ഇല്ലായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച. അപ്പൊ അങ്ങനെ ഒരു ആഴ്ച ആര്യന്റെയും ജിസേലിന്റെയും ടോപ്പിക് ഇങ്ങനെ പൊങ്ങി വന്നാൽ ആദ്യത്തെ ആ ഒരു സംഭവം അറിയാമല്ലോ, പുതപ്പിനുള്ളിലെ ആ ഒരു കേസ് അത് പൊങ്ങി വരും. അപ്പൊ അത് എവിടെയെങ്കിലും അത് പരാമർശിച്ചു പോവും. അതുകൊണ്ടാണ് ഒരു വിവാദം വീണ്ടും ഉണ്ടാവാനായിട്ടാണ് ഇത് തുറന്നു കൊടുത്തത്, ഈ ഒരു കേസ് വീണ്ടും റീഓപ്പൺ ചെയ്തത് എന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് നെവിന്റെ വായിന്ന് തന്നെ ഈ ഒരു കേസ് വീഴുന്നുണ്ട്, പുതപ്പിനുള്ളിലെ ആ ഒരു കേസ്. അത് നെവിൻ പറഞ്ഞത് വേറൊരു രീതിക്കാണ് പറഞ്ഞത്. ഇത് അനുമോൾ കാണുന്ന സമയത്ത് അത് അനുമോൾ ഒരു രീതിക്ക് അത് പെർസീവ് ചെയ്യും, വേറുള്ളവർ കാണുമ്പോൾ അത് വേറെ രീതിയിൽ അത് എടുക്കും, വേറെ തന്നെ ഒരു പെർസ്പെക്റ്റീവിൽ കാഴ്ചപ്പാടിൽ അതിനെ നോക്കിക്കാണും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ ഒനിയിലും അഭിലാഷും ഒക്കെ കൂടി വേറെ രീതിയിൽ വളച്ചൊടിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ജിഷിൻ സ്വാഭാവികമായിട്ടും നെവിനെ സപ്പോർട്ട് ചെയ്യും, കാരണം ജിഷിൻ നെവിനും അത്യാവശ്യം ക്ലോസ് ആണ്. അപ്പോ ജിഷിന്റെ മണ്ടയ്ക്ക് കയറുവാണ് എപ്പിസോഡിന്റെ അവസാനം. നീയല്ലേ വലിയ ഡെമോൺസ്ട്രേഷൻ കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് ജിഷിന്റെ മണ്ടയ്ക്ക് കയറുന്നുണ്ട്. അന്ന് നെവിനായിരുന്നു ക്യാപ്റ്റൻ. അപ്പൊ നെവിൻ അതെല്ലാവരും സദസ് കൂട്ടി വിളിച്ചിട്ട് അത് കാണിച്ചതാണ്. അപ്പൊ നെവിന്റെയും ജിഷിന്റെയും മണ്ടയ്ക്ക് കയറാനായിട്ട് നോക്കുന്നുണ്ട് ഇവര്. ഇതിന്റെ അകത്ത് ഇവരല്ല ജിസേലിനെ ആര്യനെയും പറ്റി അങ്ങനെ ഒരു പരാമർശങ്ങൾ നടത്തിയത്. ഇവര് രണ്ടുപേരും അല്ല, ഇവരുടെ കാര്യം നോക്കി നടക്കുവാണ്, സ്വന്തം കാര്യം നോക്കി ഇവർ നടക്കുവാണ്. അല്ലാതെ ഒനിയിലിനെ അഭിലാഷിനെ പോലെ ബീംബാഗ് ഇരുന്ന് കുറ്റം പറയുന്നവരല്ല ഇവർ രണ്ടുപേരും. അതല്ല ഇവരുടെ രണ്ടുപേരുടെയും ഗെയിം. നെവിൻ നല്ല രീതിയിൽ എന്റർടൈനിങ് ആയിട്ടുള്ള കോണ്ടന്റുകൾ പുറത്തേക്ക് തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ജിഷിൻ പിന്നെയും ഇത്രയും കൂടി വൈൽഡ് കാർഡുകളായിട്ട് വന്ന വേറുള്ളവരെ അപേക്ഷിച്ച് കുറെ കൂടി നല്ല രീതിയിൽ നിൽക്കാനായിട്ട് ശ്രമിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ എന്തോ പ്രേക്ഷകരുമായിട്ട് കണക്ട് ആവാനായിട്ട് പറ്റിയില്ല. അപ്പോ അങ്ങനെയുള്ള രണ്ടുപേരാണ് ഈ നെവിനും ജിഷിനും. ഇവരുടെ മണ്ടയ്ക്ക് ഇങ്ങനെ കുതിര കയറേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു കേസ് എന്താണെന്ന് അറിയോ? ഒനിയിലിനെയും അഭിലാഷിനെയും എല്ലാവരും കൂടി ഈ ഒരു കാര്യം പറഞ്ഞ് പഴിക്കരുത്. അതിനായിട്ടാണ് ഇവര് ടോപ്പിക്ക് ഷിഫ്റ്റ് ചെയ്ത് വിടുന്നത്. ഇതിനെ ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയും. നമ്മുടെ മേലൊരു പഴി വന്നാൽ അത് ആ പഴി ഉന്നയിച്ച ആളുടെ മേല് നമ്മൾ വേറൊരു പഴി അങ്ങ് ഇട്ടുകൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലെ ആ പഴിയെ സപ്പോർട്ട് ചെയ്ത ആളുടെ മേല് വേറൊരു പഴി അങ്ങ് ഇട്ടുകൊടുക്കുക. ഒനിയിലും അഭിലാഷും അതാണ് എപ്പിസോഡിന്റെ അവസാനം ചെയ്യുന്നത്. ഇവരെന്തോ ഡെമോൺസ്ട്രേഷൻ നടത്തി. ഇവര് ഡെമോൺസ്ട്രേഷൻ നടത്തിയത് അന്ന് അത് ചർച്ചയ്ക്ക് വിധേയമായി ഇവര് അതിനുള്ള പഴി ഒരുപാട് കേട്ടതുമാണ് പലരുടെയും കയ്യിൽ നിന്ന്. പ്രേക്ഷകർ ഒരുപാട് പഴിച്ചിട്ടുണ്ട് നെവിന് ക്യാപ്റ്റനായിട്ടിരുന്നിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് നമ്മളടക്കം ഒരുപാട് പേര് വിമർശിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് എപ്പിസോഡിന്റെ അവസാനം നല്ല രീതിയിൽ ഒരു ഫൈറ്റ് ആവുന്നുണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ഈ ഒനിയിലും അഭിലാഷും ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പേ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ. ഇത് പലപ്പോഴായിട്ട് പറയണമെന്ന് ഓർത്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ വെറുതെ അവർക്ക് എന്തിനാണ് ഹൈപ്പ് കൊടുക്കുന്നത്? അവരുടെ പേര് എടുത്തു പറയേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം അത്രയും പോലും കോണ്ടന്റുകൾ പുറത്തേക്ക് തരാത്ത രണ്ടുപേരാണ്. പ്രത്യേകിച്ച് അഭിലാഷ് എന്ത് കോണ്ടന്റ് ആണ് പുറത്തേക്ക് തന്നിട്ടുള്ളത്? ഒരു കോണ്ടന്റും പുറത്തേക്ക് കൊടുത്തിട്ടില്ല. പല രീതിയിൽ വേരിയേഷൻസ് ഉള്ള ഒരു ഗെയിമാണ് അഭിലാഷ് കളിച്ചിട്ടുള്ളത് മൊത്തം. അതുകൊണ്ടാണ് അഭിലാഷ് പുറത്തായിരിക്കുന്നത്. പിന്നെ ജിഷിന്റെ കാര്യം പറയാനാണ്, ജിഷിൻ നല്ല രീതിയിൽ നിൽക്കാനായിട്ട് ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പ്രേക്ഷകരെ പൾസ് അറിഞ്ഞ് കളിക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ഇവർ രണ്ടുപേരും പുറത്താവുന്നുണ്ട്. അപ്പൊ ആ പുറത്താവുന്നതിന്റെ മുമ്പുള്ള നിങ്ങളിപ്പാണ് നമ്മൾ കണ്ടതെന്ന് അറിയത്തില്ല. എപ്പിസോഡിന്റെ അവസാനം എന്തായാലും ഒരു ഫൈറ്റ് നടക്കുന്നത്. അതിന്റെ ബാക്കിയും കൂടെ കാണാതെ നമുക്ക് കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. നെവിന്റെയും ജിഷിന്റെയും മണ്ടയ്ക്ക് വെറുതെ കുതിര കയറാനായിട്ട് ശ്രമിക്കുന്ന അഭിലാഷിനെയും ജിഷിനെയാണ് കണ്ടത്. പിന്നെ ആര്യൻ ജിസയിൽ ആ ഒരു
ഡൈനാമിക് അതിനെപ്പറ്റി അനീഷ് വളരെ വ്യക്തമായ രീതിയിൽ വൃത്തിക്ക് പറയുന്നുണ്ട്. ഇവര് വെറും സുഹൃത്തുക്കളാണ്, ഇവരുടെ തൊട്ടടുത്ത ബെഡിലാണ് ഞാൻ കിടക്കുന്നത്, എനിക്കൊന്നും തോന്നിയിട്ടില്ല, ഇവര് സുഹൃത്തുക്കളായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്ന് അനീഷ് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒന്നുമില്ല കേട്ടോ, അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരു തേങ്ങയില്ല. അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവര് നല്ല സുഹൃത്തുക്കളാണ്, തമ്മിൽ നല്ല ബോണ്ടിങ് ഉള്ള റാപ്പുള്ള രണ്ട് നല്ല സുഹൃത്തുക്കൾ. അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണും പെണ്ണും തമ്മിൽ ഫ്രണ്ട്സ് ആയാലും എന്താണ്, ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ആണും പെണ്ണും തമ്മിൽ സൗഹൃദമായാൽ എന്തോ വലിയ പ്രശ്നമാണ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നും വരുന്നതാണ് ഇതൊക്കെ, മനസ്സിലായില്ലേ? അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ഇല്ല. ആ ഒരു സദാചാരത്തിന്റെ ഒരു ചെറിയൊരു ഒരു അംശം ആണ് ഈ നമ്മൾ കണ്ടത്. അതാണ് റിഫ്ലക്റ്റ് ആയി വരുന്നത് പുറത്തേക്ക്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരിലും അഭിലാഷിനെയും ഒനിയലിനെയും പിന്തുണച്ച് അവരുടെ സ്റ്റേറ്റ്മെന്റ്സിനെ പിന്തുണച്ച് അതിലൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവര് പറഞ്ഞതിലും വലിയ തെറ്റുണ്ടെന്ന്, ഓക്കെ, ലവ് കോംബോ എന്നുള്ള രീതിയിലാണ് ഇവര് പറഞ്ഞത്. ലവ് കോംബോ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് തോന്നുന്ന കാര്യം എനിക്ക് പറയാമല്ലോ, ഒരു ലവ് കോംബോ ആയിട്ടൊന്നും നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ പിടിച്ച് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്, ആ രീതിയിൽ പറയാം. അല്ല ലവ് കോംബോ എന്നൊന്നും അല്ല പറയേണ്ടത്.